ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫർമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഗ്നൻസി അപ്ഡേറ്റ് എന്നൊക്കെ പറയാം. അതായത് എനിക്ക് ഈ ഇടയ്ക്ക് അതായത് കഴിഞ്ഞ ആഴ്ച ഡോക്ടർ വിസിറ്റ് ഉണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിന് വിട്ട് കളയാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ ചില സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അതിന് കെയർഫുൾ ആയിട്ടിരിക്കണം. അതായത് ചിലപ്പോൾ ചെറിയ സിംറ്റംസ് ആയിരിക്കും, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ നമ്മൾ അത് കുറച്ച് സീരിയസ് ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് നല്ല ടെൻഷനാക്കിയ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് അത് കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ കാണാറുണ്ടെന്ന്. അവരെ ആരും ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് കേട്ടോ. പക്ഷേ പ്രഗ്നൻസിയിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വന്നാൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകും. എനിക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഡോക്ടറിനെ കാണേണ്ടത് കേട്ടോ. അപ്പോൾ ഡോക്ടറിനെ കാണുന്നതിന് അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ പോയപ്പോഴേ ഡോക്ടർ സ്കാനിങ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്കാനിങ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈറോയിഡും HBയും ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഗ്ലൂക്കോസ് ടെസ്റ്റ് ഞാൻ UAE വെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതലായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ നാട്ടിൽ വന്നിട്ട് നോർമൽ ആയത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ മെഡിസിൻസും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് തൊട്ടേ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷുഗർ ടെസ്റ്റാണ് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഷുഗർ ടെസ്റ്റ് ആയിരുന്നു, കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇത് ഇങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കും. ചില സമയത്ത് ഷുഗർ ബോർഡർ ആയിരിക്കും, ചില സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും, ചില സമയത്ത് നോർമൽ ആയിരിക്കും. സോ ഇങ്ങനത്തെ കേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയം തൊട്ട് തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഡോക്ടർ എന്നോട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് വരാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇതിൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് മാത്രം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ ഡോക്ടറിനെ അന്ന് കണ്ടിട്ട് വന്നിട്ട് അടുത്ത ദിവസം, എനിക്കൊന്ന് അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസം എന്തോ ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഷുഗർ ബോർഡർ ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി കൺഫേം ആക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫാസ്റ്റിങ്ങും ആഫ്റ്റർ ഫുഡുമായിട്ട് ഒന്നും കൂടി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് പറഞ്ഞത്. ഇതിൽ ഇപ്പോൾ സ്കാനിങ് പറയുകയാണെങ്കിൽ സ്കാനിങ്ങിൽ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുവാവയ്ക്ക് ഓക്കെയാണ്. അതിൻ്റെ അകത്ത് കുഞ്ഞിന് വെയിറ്റൊക്കെ ആവശ്യത്തിനുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് സിറ്റാലിക് പൊസിഷനിലാണ്, കുഞ്ഞിൻ്റെ തല താഴെയായിട്ടുള്ള ആ ഒരു പൊസിഷനിലായിരുന്നു. പിന്നെ എന്താ, ഡോപ്ലർ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ, മുന്നിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഓൾറെഡി ഞാൻ ആസ്പിരിൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് 1 വീക്ക് നേരത്തെ വിസിറ്റിങ്ങിൽ ഡോക്ടർ അത് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UAE വെച്ചാണ് ഞാൻ ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് കുഞ്ഞിനും ഒരു 2 വീക്സ് ഡിഫറൻസ് വരുന്ന ആ ഒരു സമയത്ത് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്പിരിനും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. കുഞ്ഞുവാവെ ഓക്കെ ആയിട്ടിരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിലും അങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. പിന്നെ HBയുടെ കേസാണെങ്കിൽ HP കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മളതിന് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഷുഗറോ HBയോ ഇതൊന്നും അല്ല എന്നെ ടെൻഷനാക്കിയ കാര്യം. എന്നെ ടെൻഷനാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടറിനെ കാണുന്നതിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡോക്ടറിനെ കാണേണ്ട ദിവസത്തിന് ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് കയ്യിൽ നന്നായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കൈയുടെ ഈ ഒരു കൈ വിരലിൻ്റെ നടുക്കില്ലേ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ചൊറിച്ചിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അതിനത്ര മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല. നോർമലി ഉള്ള ചൊറിച്ചിലായിരിക്കും. പ്രഗ്നൻസിയും കൂടിയല്ലേ, പ്രഗ്നൻസിയിൽ ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൻലി എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇച്ചിങ് വരാൻ കൂടുതൽ ചാൻസ്. കാരണം വയറ് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ ഇച്ചിങ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ എനിക്ക് വയറിലൊന്നും ഇതുവരെയും അൽഹംദുലില്ലാ ചൊറിച്ചിലൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഈ ഒരു കയ്യിൽ നന്നായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ആദ്യം കയ്യിലായിരുന്നു വന്നത്. കൈയുടെ വിരലിൻ്റെ നടുക്കും
കൈയുടെ വിരലിലും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ അത് കാലിലോട്ടും വന്നു, കാലിൻ്റെ പാദത്തിലും കാലിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചൊറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1-2 ദിവസം ഞാൻ അത്ര മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല, നോർമൽ ആയിരിക്കുമല്ലോ ഇങ്ങനെ പ്രഗ്നൻസിയിലെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം രാത്രി എനിക്ക് നന്നായിട്ട് ചൊറിയത്തില്, രാത്രി എഴുന്നേറ്റിരുന്ന് നമ്മൾ ചൊറിയത്തില്ലേ, ആ ഒരു രീതിയിൽ എനിക്കിങ്ങനെ കാല് നന്നായിട്ട് ചൊറിയാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു എന്തോ മനസ്സിനൊരു പേടി തുടങ്ങി, എന്താ ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചിട്ട് മനസ്സിനൊരു പേടി തുടങ്ങി. അടുത്ത ദിവസം തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ വാട്സപ്പ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊരു ഡോക്ടറാണ് കേട്ടോ. നമ്മൾ എന്ത് വാട്സപ്പ് ചെയ്താലും ഡോക്ടർ കണ്ട ഉടനെ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരും. ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഡോക്ടറിനെ ആദ്യം വാട്സപ്പ് ചെയ്തു. ഡോക്ടർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇത് പ്രഗ്നൻസിയിൽ നോർമൽ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വാട്സപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കലാമിൻ ലോഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, മാറിയിട്ടില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. സോ അത് അങ്ങനെ ഞാൻ കലാമിൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഉണ്ടായിരുന്നു ചൊറിച്ചിലിന് വേണ്ടിയുള്ള, ഓയിലൊക്കെ ഉപയോഗിച്ച് നോക്കി. മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സോ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ കണ്ടീഷനും അല്ല, എന്നാൽ ചൊറിച്ചിലുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനാക്കാനായിട്ട് തുടങ്ങി. അതെന്താ ഇങ്ങനെ വരുന്നതെന്ന് ഒരു ഭയങ്കര ടെൻഷൻ. ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസിയിൽ നോർമലി ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കയ്യിലും കാലിലും ഒക്കെ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് കോളിസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് പ്രഗ്നൻസിയിൽ. അതായത് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനൊന്നും അല്ല, എന്നാലും പ്രഗ്നൻസിയിൽ ഒരു ചാൻസ് കൂടുതലാണ് ഈ ഒരു കണ്ടീഷൻ വരാനായിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിലെ ബൈൽ പ്രൊഡക്ഷൻ ഇല്ലേ, ഈ ബൈലിൻ്റെ ഫ്ലോയെ വന്നിട്ട് നമ്മുടെ ഹോർമോൺസും അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ബൈലിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് നടക്കാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ഈ ഒരു കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ബൈൽ ഫ്ലോ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ബൈൽ ആസിഡ് വന്നിട്ട് ബ്ലഡിലോട്ട്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ലീക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ട് സോ ബ്ലഡിൽ ബൈൽ ആസിഡ് കൂടാനായിട്ട് തുടങ്ങും. സോ ഈ ഒരു കണ്ടീഷനെയാണ് കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇത് നോർമലി പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും ഇത് നോർമൽ ആവാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇതിങ്ങനെ വരികയാണെങ്കിൽ കുഞ്ഞുവാവയെ അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സിംറ്റം എന്ന് പറയുന്നത് ഇച്ചിങ്, സിവിയർ ആയിട്ടുള്ള ഇച്ചിങ് ആണ്, നല്ല രീതിയിലുള്ള ഇച്ചിങ് ആയിട്ട് കൈയുടെ പാദത്തിലും കാലിൻ്റെ പാദത്തിലുമാണ് കൂടുതലും ഇച്ചിങ് വരാനുള്ള ചാൻസസ്. പിന്നെ അത് സ്പ്രെഡായിട്ട് എവിടെ വേണമെങ്കിലും ചൊറിച്ചിൽ വരാം. പക്ഷെ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൈപ്പത്തിയിൽ കാലിൻ്റെ പാദത്തിലുമാണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചൊറിയുന്ന അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ നോക്കി കാണാനായിട്ട്, മെയിൻലി പ്രഗ്നൻസിയിൽ. അത് ഇങ്ങനത്തെ ചൊറിച്ചിൽ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് ഫുള്ള് ഈ ഒരു സംഭവമാണ് കിടക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ ആരെയും ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. എൻ്റെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു സിംറ്റംസ് കണ്ടപ്പോൾ എനിക്ക് അത് നല്ല പേടിയാണ് വന്നത്. അപ്പം എനിക്കിങ്ങനെ മനസ്സിലിതിങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ആണോ. പക്ഷെ എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്കിതിങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. നമുക്ക് അങ്ങനെ ആയിരിക്കില്ല, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒന്നും അത് നമുക്ക് നല്ല ടെൻഷൻ ആവാനായിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് മനസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക്. അപ്പം ഇങ്ങനെ ടെൻഷൻ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ടും ഡോക്ടറിനെ കാണാൻ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ചൊറിച്ചിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിലൊന്നും അല്ല കേട്ടോ. സോ അപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ പറയും, ഈ ഇത്രയും സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിലൊക്കെ ആണെങ്കിലായിരിക്കും ആ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ്, എനിക്ക് അത്രയൊന്നും ഇല്ലല്ലോ, അല്ലായിരിക്കുമെന്ന് ഞാൻ തന്നെ പറയും. പക്ഷെ നമുക്കൊരു ടെൻഷനാണ് മനസ്സിൽ കിടക്കുന്നത്. സോ ഞാൻ ഇക്കുനോട് പറയുമ്പോഴേക്കും പറയും, നീ വെച്ചുകൊണ്ടിരിക്കേണ്ട, നീ പോയി കാണിക്ക്, ഡോക്ടറിനോട് പറഞ്ഞ് കാണിക്കുക. എന്തായാലും നമുക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ കിടന്നാൽ അത് പാടില്ല, അപ്പോൾ കാണിക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഡോക്ടറിനെ അടുത്തടുപ്പിച്ച് കാണുന്നത്
ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം കൂടി തന്നെ ഡോക്ടറിനെ കാണേണ്ട ദിവസമാണ്. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് നോർമലി പോവാം. ആ ഒരു രീതിയിൽ തന്നെ ഡോക്ടർ പറഞ്ഞ ദിവസത്തിന്, എനിക്കൊന്ന് പറഞ്ഞ ദിവസത്തിനേക്കാളും 2 ദിവസം മുമ്പാണ് നമ്മൾ പോയത് കേട്ടോ, ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കാണാനായിട്ട് പോയത്. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. സ്കാനിങ്ങിൽ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഞാൻ പറഞ്ഞോട്ട് ബോർഡർ ലൈനാണ് ഷുഗർ ഒക്കെ. അതുകൊണ്ട് തന്നെ മറ്റേ ടെസ്റ്റും കൂടി ചെയ്തപ്പോൾ അതിനകത്ത് യൂറിനിൽ കുറച്ച് ഷുഗർ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം എന്നോട് ഡോക്ടർ പറഞ്ഞു, നമുക്കെന്നാൽ മെഡിസിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം, ചുമ്മാ വെച്ചോണ്ട് കുറച്ച് ചെറുതായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ഡോക്ടറിനോട് ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് ചൊറിച്ചിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓക്കെ ആണെങ്കിൽ പേടിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് കൺഫേം ചെയ്തേക്കാം, ഇങ്ങനെ ചൊറിച്ചിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്ത് കൺഫേം ചെയ്തേക്കാമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നിടം വരെ, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നിടം വരെ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്തായാലും HP കുറവില്ല, ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസമാണ് ട്രിപ്പ് ഇട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അൽഹംദുലില്ലാഹ് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും ദിവസം നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ഒന്നും അല്ല എങ്കിൽ പോലും എനിക്കിങ്ങനെ മനസ്സിൽ ഇത് കിടക്കുന്നത് കൊണ്ട് എനിക്ക് നമുക്ക് ടെൻഷൻ കാണില്ല, അങ്ങനത്തെ ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടിയുടെ ബൂസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഡോസ് കൂടി, അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏതൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ആരോ പറഞ്ഞു TT അല്ല TD ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴേ ഞാനും ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്. ആക്ച്വലി TT ആയിരുന്നു ഞാൻ UAE വെച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് നല്ല ഉറപ്പുണ്ടായിരുന്നു, കാരണം TTക്കാണ് എഴുതി തന്നത്. അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വെച്ച് എടുക്കാതെ ഫാർമസി തന്നെ വാങ്ങിയിട്ട് ഇക്കു തന്നെയാണ് എനിക്ക് എടുത്തു തന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല കൺഫേമാണ് ഞാൻ TT ആണ് എടുത്തതെന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് എടുത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കൂടി കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചായിരുന്നു, TD അല്ല ഞാൻ എടുത്ത് TT കുഴപ്പമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോർമലി പണ്ടൊക്കെ TT ആയിരുന്നു എടുക്കുന്നത്, ഇപ്പോഴാണ് TDയിലേക്ക് വന്നത്. TD ആണ് കുറച്ചുകൂടി നല്ലത്. TD എന്ന് പറഞ്ഞാൽ ടിറ്റനസ് ഡിഫ്തീരിയ അല്ലേ, മറ്റേ ടിറ്റനസ് ടോക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് TD ആണ് ഇപ്പോൾ കൂടുതലും എടുക്കുന്നത്. TTയോ ഏതെടുത്താലും ഏതെങ്കിലും എടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഷുഗറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഷുഗറിന് എനിക്ക് മെഡിസിൻ തന്നില്ല കേട്ടോ, അന്നും തന്നില്ല. കാരണം പിന്നെ നമ്മൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഷുഗർ ഒന്നും കൂടി അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് നോർമലാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു നോർമൽ എന്ന് പറഞ്ഞാൽ 90 അത്ര എന്തോയോ ഉള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ മെഡിസിൻ തരാനാണ്, നമുക്ക് ഇപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പിന്നെയും മെഡിസിൻ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു 8ാം മാസം അവസാനത്തെ സ്കാനിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ. ഇത് ഞാൻ മെയിൻലി ആരെയും ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസോ കാര്യങ്ങളോ എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് പറയാനായിട്ട് നോക്കുക. ചിലപ്പോൾ ഒരു കാര്യം കാണത്തില്ല, അത് നോർമലായിരിക്കും, പ്രഗ്നൻസിയിൽ നോർമലായിട്ട് വരുന്ന സിംറ്റം ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മളത് ജസ്റ്റ് ഡോക്ടറിനോടൊന്ന് പറഞ്ഞിരിക്കുക. അതായത് നമ്മൾ 2 വീക്സ് കൂടുമ്പോൾ പോകുമല്ലോ. സോ ഇനി തൊട്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് കാണേണ്ടത് കേട്ടോ. ഇനി ലാസ്റ്റ് ആവും തോറും നമുക്ക് വീക്ക്ലി വൺസ് ആയിരിക്കുമല്ലോ ഡോക്ടറിനെ കാണേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും പറയാം, ആരെയും ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനത്തെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.